പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ് എന്നാണ്. വാട്ട് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇൻ ഇംഗ്ലീഷ്? അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയാനാണ് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഓർ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓർ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്? ഇംഗ്ലീഷിലെ പാസ്റ്റ് ടെൻസിൽ തന്നെ നാലാമതായിട്ടുള്ള ഒരു ഉപവിഭാഗമാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാവും. നോക്കിക്കോളൂ. ഐ ഡിഡ് സംതിങ്, ഞാൻ എന്തോ ചെയ്തു. സോ വാട്ട് ഡിഡ് ഐ ഡു? ഓക്കെ, ഐ സ്റ്റഡീഡ് ഫോർ എ കോഴ്സ്. ഐ സ്റ്റഡീഡ് ഫോർ ഇംഗ്ലീഷ്. Okay, I studied for an English course, or I studied for a particular course in a college. So I studied. ഞാൻ പഠിച്ചു, അത് കഴിഞ്ഞു, പഠിച്ചു അല്ലേ? Then I was studying there in that college. I was studying in that college. ഞാൻ ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെക്കുറിച്ച് പറയുമ്പോൾ, so there were many students, പലരും ഉണ്ടായിരുന്നു എൻ്റെ. There were many friends. I had a lot of friends. So we were enjoying that course. Well, I was studying. Then I had studied. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. I had studied. അപ്പോൾ നമ്മൾ പറയും before entering into another college, മറ്റൊരു കോളേജിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, before joining into another course, I had studied. ഞാൻ പഠിച്ചിട്ടായിരുന്നു. Or I had completed my course, sir. അത് ഞാൻ 2020 ആ കോഴ്സ് തീർത്തു. I finished that course in 2020. ഞാൻ 2015 തൊട്ട് ആ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2015 തൊട്ടിട്ട് ഞാൻ ഡിഗ്രിയും PGയും കൂടെ എടുക്കുകയാണ് ഒരു കോളേജിൽ നിന്ന്. ഓക്കെ, അപ്പോൾ 2015 മുതൽ 2020 വരെ ഞാൻ ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കോളേജ് ഞാനൊരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യായിരുന്നു. ഫ്രം എ പർട്ടിക്കുലർ പീരിയഡ് ടു അനദർ പർട്ടിക്കുലർ പീരിയഡ്. ഫ്രം 2015 ടു 2020 I had been studying in that college. അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു പുതിയ വീട് വെക്കുന്നതിന് മുമ്പ്, ബിഫോർ യു ചേഞ്ച് ഇൻ യുവർ ന്യൂ ഹോം, വേർ ഹാഡ് യു ബീൻ ലിവിങ്? വി ഹാഡ് ബീൻ ലിവിങ് ഇൻ അവർ റൂറൽ ഹൗസ്, വില്ലേജ് ഹോം. വി ഹാഡ് ബീൻ ലിവിങ് ഇൻ അവർ വില്ലേജ് ഹോം. ഞങ്ങൾ അവിടെ എത്രയോ കാലമായിട്ട് ഇങ്ങനെ കുറേ കാലമായിട്ട് വി ഹാഡ് ബീൻ ലിവിങ് ദർ ഫോർ ലോങ് ഇയേഴ്സ്. കുറേ കാലം ഞങ്ങൾ അവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. ബിഫോർ ബിൽഡിംഗ് ദിസ് വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുക, എന്തെങ്കിലും വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സംഗതികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക, അതും കുറേ കാലമായിട്ട്. അത് നമ്മൾ നിശ്ചിത കാലം തൊട്ട് നിശ്ചിത കാലം വരെ, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിന് മുമ്പ്. ഇപ്പം ഹു ഈസ് റൂളിങ് ഇന്ത്യ ഓർ ഹു ഈസ് റൂളിങ് കേരള, ആരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? സം പാർട്ടീസ്. അവർ എപ്പോൾ തൊട്ടാണ് ഭരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക എന്നെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 2015 മുമ്പ് മറ്റൊരു പാർട്ടിയാണ്, 5 വർഷമാണല്ലോ, അപ്പോൾ 2010 തൊട്ട് 2015 വരെ വേറൊരു പാർട്ടിയാണ് ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ, ഹൗ ഡു വി സേ ദറ്റ് പാർട്ടി X or Y or BJP or Congress? So the Congress had been ruling India from 2010 to 2015. After that, ഇപ്പോഴോ BJP has been ruling India. അപ്പോൾ തൊട്ടിട്ട് ഇപ്പോഴും ഉണ്ട്. BJP has ruling India. ഇന്ത്യ അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2010 എടുത്ത് 2005 2010 ഇടയിലുള്ള സമയമാണെങ്കിലോ, ഫ്രം 2005 to 2010 കോൺഗ്രസ് പാർട്ടി had been ruling India. കോൺഗ്രസ് പാർട്ടി റൂൾഡ് ഇന്ത്യ എന്നല്ല പറയാം, they had been ruling India. ഓക്കെ, ഇനി ടീച്ചിങ്ങിൻ്റെ പ്രൊഫഷൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസിങ്ങിൻ്റെ പ്രൊഫഷൻ എടുക്കുക. സോ ടീച്ചിങ് എടുക്കുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഐ ഹാവ് ബീൻ ടീച്ചിങ്. ഞാനൊരു പർട്ടിക്കുലർ സ്കൂളിൽ
ഞാൻ പിരിഞ്ഞു പോകുന്ന സ്കൂളിൽ ഞാൻ 10-20 വർഷക്കാലം ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അതൊരു നിശ്ചിത സമയം തൊട്ട് ഞാൻ പറയും. എൻ്റെ റിട്ടയർമെൻറ്റ്, ബിഫോർ മൈ റിട്ടയർമെൻറ്റ് I had been teaching that particular school. I had been teaching in the X school for 20 years. 20 വർഷമായിട്ട് ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നൗ ഇപ്പം ഞാൻ ഇംഗ്ലീഷ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ചോദിച്ചാൽ നിങ്ങൾ പറയും വി ഹാവ് ബീൻ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ഫോർ എത്രയാണ്, ഫോർ 6 months, അല്ലെങ്കിൽ സിൻസ് ഒക്ടോബർ ഓർ സിൻസ് മെയ്, സിൻസ് ജൂണിന് ശേഷം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുമ്പോ, അപ്പോൾ നിങ്ങൾ ആ ജൂണിൻ്റെയോ ജൂലൈൻ്റെയോ ഒക്കെ മുമ്പ് എന്ത് ചെയ്യായിരുന്നു? I hadn't been practicing. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നില്ല. I hadn't been practicing. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളത് ചെയ്തുകൊണ്ടിരുന്നിട്ടില്ല. Now ഇപ്പം നമ്മൾ പറയും I have been. അത് പ്രസന്റ് ടെൻസിലാണ്. I have been practicing. അപ്പോൾ I have been practicing, she has been practicing, they have been practicing, we have been practicing, she has been practicing, he has been practicing എന്നൊക്കെ പറയുന്ന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ചു കാലം മുമ്പ്, അത് ഇന്നലെ മിനിയാന്നൊന്നുമില്ല, കുറച്ചു കാലം മുമ്പ് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പീരിയഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ for 5 years, for 6 years or for a long time ഇങ്ങനെ പറയുകയാണ്. അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു ഇൻസിഡൻറ്റിൻ്റെ മുമ്പ്, ബിഫോർ കോവിഡ് പാൻഡമിക് വരുന്നതിന് മുമ്പ്. ഓക്കെ, കോവിഡ് പാൻഡമിക് വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയായിരുന്നു ഹോസ്പിറ്റൽ രംഗത്തെ സ്ഥിതിഗതികൾ എന്ന് പറയുകയാണെങ്കിൽ, സോ വി ഹാഡ് ബീൻ റെഗുലർലി വിസിറ്റിംഗ് അവർ ഹോസ്പിറ്റൽസ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ റെഗുലർലി വിസിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. വി ഹാഡ് ബീൻ വിസിറ്റിംഗ് ഓർ വി ഹാഡ് ബീൻ വിസിറ്റിംഗ് മെനി പ്ലേസസ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. വാട്ട് ഈസ് ദാറ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? നമ്മൾ ചെയ്യണ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തികളായിക്കോട്ടെ, അത് പാസ്റ്റ് ടെൻസിൽ ഒരു നിശ്ചിത കാലം തൊട്ട് ഫ്രം എ പർട്ടിക്കുലർ ടൈം ടു എ പർട്ടിക്കുലർ ടൈം, ഒരു നിശ്ചിത കാലം തൊട്ട് മറ്റൊരു നിശ്ചിത കാലം വരെ, ഇഫ് യു കണ്ടിന്യൂസ്ലി എൻഗേജ് ഇൻ ദാറ്റ് തിങ്, നിങ്ങൾ ആ കാര്യത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിലില്ല താനും. അത് ശ്രദ്ധിക്കുക, ഇപ്പം ഇല്ല. ഓക്കെ, ഇപ്പം നിങ്ങളില്ല. ഈ നിശ്ചിത കാലം തൊട്ട് ഫ്രം എ പർട്ടിക്കുലർ ഇയർ ഓർ മന്ത് ഓർ ആൻ ഇൻസിഡൻറ്റ്, അത് വർഷമാവാം, പർട്ടിക്കുലർ ഇയർ ആവാം, പർട്ടിക്കുലർ ഡേറ്റ് ആവാം, പർട്ടിക്കുലർ മന്ത് ആവാം, ഓർ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആവാം. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള സമയമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരോ വിരുന്ന് വന്നതിനുള്ള ശേഷമാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ നിങ്ങൾ അവരെ കണ്ടുമുട്ടിയതിന് മുമ്പുള്ള സമയമാവാം, ശേഷമുള്ളതല്ല. എന്ത് സംഭവമായാലും ശരി, ആ സംഭവത്തിന് മുമ്പ് തുടർച്ചയായിട്ട് നിങ്ങളൊരു പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രയോഗിക്കുക ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING എന്ന് ഉപയോഗിച്ചിട്ടായിരിക്കും. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആയതുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ I, you, we, they, he, she, it, no problem, you just add had. അത് ഹാഡ് വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, എഴുതാനുള്ളൂ. അതുകൊണ്ട് ഹാസ് എന്നോ ഹാവ് എന്നോ ഒന്നും അതിൻ്റെ സിംഗുലർ പ്ലൂറൽ ഫോമിലേക്ക് പോകണ്ട. I, we, you, they, he എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഹാഡ്. വാട്ട് ഹാഡ് യു ബീൻ ഡൂയിങ്? വാട്ട് ഹാഡ് യു ബീൻ ഡൂയിങ്? നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കും. I had been learning English language. I had been learning English language for 10 years. ഏത് സമയം വരെ? to അല്ലെങ്കിൽ up to 2020 വരെ I had been practicing. I had been learning.
ഓക്കെ, സോ സച്ച് എ വേ ഇങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്രിയാരൂപമാണ്, പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്രിയാരൂപമാണ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഫ്രം എ പർട്ടിക്കുലർ ടൈം ടു എ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആ പ്രവൃത്തി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുക, എഴുതുക, വായിക്കുക, ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ, ജോലി ചെയ്യുക, എവിടെയെങ്കിലും താമസിക്കുക, ഇതേപോലുള്ള വാക്കുകൾ, എവിടെയെങ്കിലും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതേപോലുള്ള വാക്കുകളാണ് അധികം അവിടെ ഉപയോഗിക്കേണ്ടി വരിക. എല്ലാതരം ക്രിയകളും വെച്ചിട്ട് ഈ ടെൻസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. നിങ്ങളെവിടെ തുടർച്ചയായിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുക, തുടർച്ചയായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, തുടർച്ചയായിട്ട് നിങ്ങൾ ജോലിയിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക, തുടർച്ചയായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഇംഗ്ലീഷ് വേറെ ടോപ്പിക് ആയാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഐ ഹാഡ് ബീൻ ട്രെയിനിങ് ദം, ഞാൻ അവരെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ ട്രെയിനിങ് ദം ഫ്രം, അവിടെ ശ്രദ്ധിക്കണം, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ, അല്ലെങ്കിൽ ഇന്ന ഇൻസിഡൻറ്റിന് മുമ്പ്, ഇന്ന ഇൻസിഡൻറ്റിന് ശേഷം എന്ന് പറയില്ല കേട്ടോ. ശേഷം പറയുമ്പോൾ നമ്മൾ എവിടേക്ക് വരും എന്നറിയോ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമിലേക്ക് വരും. ഒരു സംഭവത്തിന് ശേഷം അല്ലെ ഇന്ന വർഷത്തിന് ശേഷം, അപ്പോൾ ഇപ്പോഴും ഉണ്ടെന്ന് വരും. ഇപ്പം ഇല്ലാത്തൊരു കാര്യം ഒരു നിശ്ചിത സമയത്തിന് മുമ്പ് മറ്റൊരു നിശ്ചിത സമയം തൊട്ട്, ഒരു പാസ്റ്റിലെ ഒരു സമയം തൊട്ട് പാസ്റ്റത്തെ മറ്റൊരു സമയം വരെ നമ്മളൊരു പ്രക്രിയയിൽ പൂർണ്ണമായിട്ട് ഏർപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദിസ് പോർഷൻ വെൽ. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകളിലൂടെ അത് പറയാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെ ബാക്കിയായിട്ട് ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, WH ക്വസ്റ്റ്യൻസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.